ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 5,000 രൂപയുടെയും 10,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 5,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പോക്കോ C51 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷൻ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി A2 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷെ അതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. ആ ഒരു സ്മാർട്ട് ഫോൺ 5300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C55 എന്നുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൽ 6.71 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി C30s എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചും 8 മെഗാ പിക്സൽ ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും യൂണി SoC SC9863A1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിക്കാണ് വരുന്നത്. പിന്നെ മോട്ടോറോളയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G04 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സലിലെ ക്യാമറയും 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ടെക്നോയുടെ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ടെക്നോ പോപ്പ് 8 അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 8 HD എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. 6600 6400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണുകൾ വരുന്നത്. ബേസിക് ആയിട്ടുള്ള HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റും ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി ഈ ഫോണുകളിൽ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F04 അല്ലാന്നുണ്ടെങ്കിൽ M04 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. മീഡിയാടെക്കിന്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ F04 എന്ന സ്മാർട്ട് ഫോൺ 6700 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. M04ൻ്റെ വില 7400 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണിൽ തന്നെയാണ്. വില ഏതിനാണ് കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ലാവയുടെ ഫോണൊക്കെ ചില ആൾക്കാർക്ക് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ യുവ 3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള യൂണി SoC T616 എന്ന പ്രോസസ്സറുമായിട്ട് ലാവ ബ്ലേസ് 2 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഐറ്റലിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐറ്റൽ P40 എന്നുള്ള സ്മാർട്ട് ഫോൺ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 6000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള യൂണി SoC SC9863A1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 7800 രൂപ പ്രൈസ് റേഞ്ചിൽ
റിയൽമിയുടെ റിയൽമി C51 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ N53 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതാണെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്, പക്ഷേ എക്സ്ട്രാ ആയിട്ട് 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മോട്ടറോളയുടെ ഒരു ഫോൺ ചില ആൾക്കാർക്ക് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്, പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ ഫുൾ HD റെസൊല്യൂഷനും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. C55 എന്നുള്ള സ്മാർട്ട് ഫോൺ 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, പക്ഷേ വില 9850 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ ഒരു ഓഫ്ലൈൻ ഫോൺ വേണ്ടി വരും, അതായത് പുറത്ത് ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാംസങ് A05 എന്ന ഫോൺ നോക്കാവുന്നതാണ്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അല്ല ഓഫ്ലൈൻ മാർക്കറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സാംസങ് M13 അല്ലാന്നുണ്ടെങ്കിൽ F13 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. എക്സിനോസിൻ്റെ 850 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50+5+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. M13 എന്നുള്ള സ്മാർട്ട് ഫോൺ 9400 രൂപ പ്രൈസ് റേഞ്ചിലും F13 എന്നുള്ള സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിലും ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ ടെക്നോടൊക്കെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോവ 4 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്, പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 9300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മോട്ടറോളയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G32 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 50 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലും ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല MediaTekന്റെ Helio G96 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു കാര്യം തന്നെയാണ്. 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 10000 രൂപയ്ക്ക് താഴെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ M4 Pro 4G എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. കുറച്ച് പഴയ ഫോണാണ്, എന്നാൽ നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekന്റെ Helio G96 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റെഡ്മിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി 12 4G എന്നുള്ള സ്മാർട്ട് ഫോൺ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വരുന്നുണ്ട്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 9500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്.
പിന്നെ 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ തന്നെ 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 8,800 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ലാവ ബ്ലേസ് 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 700 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 8,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് ലാവ ബ്ലേസ് 2 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലാകുമ്പോൾ എക്സ്ട്രാ ആയിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പോക്കോയുടെ പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെയാണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഈ ഒരു ഫോണും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് 10,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.